ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയും മസാലകളും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് 4 വിസിൽ വരെ നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ പതച്ച് മറിഞ്ഞു പോകില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു പരീക്ഷണം നടത്തുവാണ്. 1 കിലോ ബീഫാണ്. ഇപ്പോൾ ഞാൻ 4 ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 1.5 തക്കാളി അത്ര മതിയാവും. ഇപ്പോൾ കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും. ഇനി ഇതും കൂടെ അതിൽ കട്ട് ചെയ്ത് ചേർക്കണം. കട്ട് ചെയ്ത തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം വേകണം. സ്പൂണിട്ടത് കൊണ്ട് ഗുണമുണ്ട് കേട്ടോ. ഇത് അധികം പതിച്ച് മറിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇത് നമ്മൾക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കറിലുള്ള ബീഫ് ഉള്ളിയിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. കളറ് കുറച്ച് കുറവുണ്ട്, കാരണം ഇതിൽ കുറച്ച് ഐറ്റംസ് ചേർക്കാനുണ്ട്. ഗരം മസാല, കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു കളറ് കുറവുണ്ട്. അതുകൊണ്ട് പിന്നെ കുരുമുളക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ കുടുംബത്തിലും ശ്രീജേഷൻ്റെ കുടുംബത്തിലും ആരും ബീഫ് കഴിക്കാറില്ല. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നു. അമ്മക്കൊക്കെ എതിർപ്പായിരുന്നു. കാലം മാറി വരുമ്പോൾ എല്ലാം മാറും. ഇതൊക്കെ ഞാനിങ്ങനെ അലുമിനിയ പാത്രത്തിലാണ് വെക്കാറ്. എല്ലാം മാറി മാറി യൂസ് ചെയ്യും. ചിലപ്പോൾ മൺപാത്രം, ചിലപ്പോൾ നോൺ സ്റ്റിക്ക്, ചിലപ്പോൾ അലുമിനിയം. മല്ലിയില ഒഴികെ ഒരുവിധം എല്ലാ ഐറ്റംസും ചേർത്തിട്ടുണ്ട്. ഗരം മസാല, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഇറക്കി വെക്കാറായി. ബീഫിൻ്റെ നല്ല മണം വരുന്നതുണ്ടാവും. മിട്ടു കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബീഫ് കറി റെഡിയായി. ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ചേർത്ത ശേഷം ഇറക്കി വെക്കുവാണ്. ബീഫിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഇന്ന് പച്ച ചീരയാണുള്ളത്. ഇനി ഇത് കഴുകി നീറ്റാക്കി മുറിച്ചിടണം. ചീര ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഒരു പകുതി ഉള്ളിയും 2 പച്ചമുളകും കട്ട് ചെയ്ത് അത് പ്രത്യേകം വഴറ്റിയെടുക്കണം. എനിക്ക് ചീര വറവ് ഒരുപാട് ഇഷ്ടമാണ്. വിഷ്ണുവിനും അതെ. എന്നാൽ ശ്രീക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, കൂട്ടുമെന്ന് മാത്രം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റാം. ഉള്ളിയും പച്ചമുളകും വഴറ്റുകയാണ്. ഇനി ഈ ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചീര വറവും റെഡിയായി. ബീഫ് കറി, ചീര വറവ്, ഇതാണ് സൺഡേ സ്പെഷ്യൽ.